ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. ഫ്ലാഷ് ബാക്ക്. ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് മലയാള സിനിമയുടെ മണ്ണിലിറങ്ങി വന്ന താരങ്ങൾ ഇതാ ആകാശത്തിലൂടെ. ലാലേട്ടന്റെ അനുവാദത്തോടുകൂടി ഈ ഒരു ചെറിയ ഒരു അനുഗ്രഹത്തോടുകൂടി ആശീർവാദത്തോടുകൂടി ഈ ഒരു ചാറ്റ് ഷോ ആരംഭിക്കണം. ദൈവമേയോമാർ രണ്ടും കൂടി എന്നെ ഉരുട്ടാന പരിപാടി. ജീവനും കൊണ്ട് രക്ഷപ്പെടുന്ന നല്ലത്. വേണ്ടപ്പെട്ടവർ തന്നെയാണ്. അപ്പൊ എവിടുന്ന് തുടങ്ങണമെന്നൊരു സംശയത്തിൽ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ സിദ്ദിഖേട്ടന്റെ ഒരു പാട്ടിൽ നിന്ന് തുടങ്ങാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. പോയി അന്വേഷിച്ചിട്ട് വാ. ചിലപ്പോ എന്റെ ഫാൻ ആയിരിക്കും. അവനാവുമ്പോ ഏത് ലെവലിലോട്ടും താഴാൻ പറ്റും. നമുക്കത് പറ്റുമോ? സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്ന വലിയ വാർത്തയാണ്. ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇപ്പോ മനോരമ ന്യൂസിൽ. എന്താണ്? ഒന്നുമില്ലേ, ഒരു ഭൂതം. അയ്യോ, പേടിക്കണ്ട. ദിനു ഒറ്റപ്പെട്ട സംഭവമായി അമ്മ ഇതിനെ മാറ്റിയപ്പോൾ ഓരോ മണിക്കൂറും ഇപ്പോൾ ഓരോ വെളിപ്പെടുത്തലുകൾ വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. തളരരുത് രാമൻകുട്ടി, തളരരുത്. സ്ത്രീകൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ അത് അഡ്രസ് ചെയ്യപ്പെടണം എന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാട് പറയുന്നവരായി മാറി അമ്മയിലെ സ്ത്രീകൾ തന്നെ. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. ഉർവശി ആയാലും അതോടൊപ്പം തന്നെ ശ്വേതയായാലും അൻസിബ ആയാലും അങ്ങനെ ഓരോരുത്തരായിട്ട് ഈ ജനറൽ സെക്രട്ടറി ഉയർത്തിയിട്ടുള്ള അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അപ്പാടെ തള്ളിക്കൊണ്ട് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഇത് കൃത്യമായിട്ടുള്ള വേദിയിൽ ഇത് അഡ്രസ് ചെയ്യപ്പെടണം എന്നുള്ളത് പുറത്തിറങ്ങി പറയാൻ തയ്യാറായി എന്നുള്ളതാണ് ആദ്യത്തെ അടി ഈ സംഘടനയ്ക്ക് ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അടി എന്ന് പറഞ്ഞത്. എല്ലാരും വിളിച്ചു. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ,